അല്ല സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. ഞാനിപ്പോൾ എവിടേക്കാണെന്ന് എന്താണെന്നും കുറച്ച് കഴിഞ്ഞ് പറയാം. ഇപ്പോൾ ട്രെയിന് വരാനായിട്ടുണ്ട്. ഒരു 10 മണിക്കാണ് ട്രെയിന് വരാൻ പോകുന്നത്. ബാക്കി ഞാൻ ട്രെയിനിൽ കയറിയ ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് ടിക്കറ്റ് എടുത്തത്. സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് തിരക്കുകൾ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. ബാക്കി കാര്യം ട്രെയിനിൽ വെച്ച് പറയാം. എന്നിട്ട് ഓക്കെ. ഇപ്പോൾ ഞാൻ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പോകുന്നത് പാലക്കാടേക്കാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങാൻ പോകുന്നത്. ഭാഗ്യത്തിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റായതുകൊണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ട്രെയിനിൽ ചെറിയ തോതിലുള്ള തിരക്കുകൾ ഉണ്ട്. ഇപ്പോൾ 2:45 ആകുമ്പോഴത്തേക്ക് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റെസ്റ്റിംഗ് റൂമിലേക്ക് പോകണമെന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ആ ബസ്സുള്ളത്. ഇപ്പോൾ ഒരു ട്രക്കിംഗ് ടൈമിൻ്റെ ഒപ്പരാണ് ഞങ്ങളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അവിടെ എത്തിക്കോളാമെന്ന് പറഞ്ഞിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. 4:45 അടുത്ത KSRTC ബസ്സിലാണ്. ഇനി മണ്ണാർക്കാടിലേക്ക് പോകേണ്ടതാണ്. അതുവരെ റെസ്റ്റ് റൂമിലേക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചു. അത് കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ പോവും. 4:30 മണി ആകുമ്പോഴത്തേക്ക് തന്നെ ഒരു ബസ് കിട്ടിയിട്ട് മണ്ണാർക്കാടേക്ക്. അവിടെ എത്തിയിട്ട് ബാക്കി നോക്കാം. അങ്ങനെ 5 മണിയാകുമ്പോഴത്തേക്കും മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 5:30ക്കാണ് ഒരു മുക്കോലിയിലേക്ക് അട്ടപ്പാടി ചുരം കയറി പോകുന്നൊരു ബസ്സുണ്ട്. ആ ബസ്സിലേക്ക് പോകാൻ 5:30ക്കാണെന്ന് പറയുന്നു. അതുവരെ നോക്കാം, കാത്തിരിക്കാം. അതുവരെ ചായയും കുടിച്ച് കുറച്ച് സമയം ഇരിക്കുകയാണ്. ഇതിൻ്റെ മണ്ണാർക്കാട് നിന്ന് ആനക്കപ്പോയിലേക്ക് പോകുന്നൊരു ബസ്സിലേക്ക് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ സൈലന്റ് വാലി ട്രക്കിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള പാസുകൾ കിട്ടിയ ശേഷം ജീപ്പിലോ അതോ ബസ്സിലോ പോകുന്നതാണ്. കുറച്ച് സമയത്തിന് ശേഷം ട്രക്കിംഗ് ഒരു ടാഗ് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പോകേണ്ട ബസ് ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ജീപ്പുകൾ ഉണ്ടായിരുന്നു. ഞാൻ ബസ്സിലാണ് കയറിയത്. കാടിൻ്റെ ഉള്ളിൽ ഒരു ബസ്സിൽ നിർത്തിയത് കൊണ്ട് ഞാൻ ഫോട്ടോ എടുത്തത്. റോഡ് കാടിൻ്റെ ഉള്ളിലൂടെ റോഡാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ നിന്നാണ് കൊടും വനം തുടങ്ങുന്നത്. അവിടുത്തെ കുറച്ച് പോയിന്റുകൾ എത്തി. ഈ ഫോട്ടോയിൽ കാണുന്ന ഇതിൻ്റെ മുകളിൽ കയറി 36 ഡിഗ്രിയിൽ അട്ടപ്പാടിയും സൈലന്റ് വാലിയും ഏറ്റവും നല്ല ഹൈറ്റിൽ കാണാൻ പറ്റുന്നതാണ്. എൻ്റെ അടുക്കൽ വീഡിയോസ് കുറവായതിനാൽ ഫോട്ടോസും കുറവായതിനാൽ അധികം വീഡിയോ ഇല്ല. കുറച്ച് താഴെ ട്രക്കിംഗ് ചെയ്തു വന്നപ്പോൾ താഴെ കുന്തിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എന്നാണ് പറയുന്നത്. ഈ സ്ഥലം കണ്ടിരുന്നു. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ ഇതിൽ സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ അടിയിൽ ഞാൻ ലിങ്ക് ഇടുന്ന ഇൻസ്റ്റാഗ്രാമിൻ്റെ.